ഇവിടെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായി. ദുരൂഹ മരണങ്ങളടക്കമുള്ള സംഭവങ്ങൾ ഈ പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും അന്വേഷിക്കാൻ, പ്രതികളെ പിടിക്കാൻ, അതിന് പുറകെ പോകാനൊന്നും ഈ പോലീസുകാർക്ക് സമയമില്ല. ഇവിടുത്തെ ലഹരി മരുന്ന് മാഫിയയെ കൈകാര്യം ചെയ്യാൻ ഇവിടുത്തെ പോലീസിന് സമയമില്ല. ഇവിടുത്തെ മണൽ കൊള്ളക്കാരെ, മണൽ മാഫിയെ, മറ്റ് മാഫിയകളെ ഒക്കെ കൈകാര്യം ചെയ്യാൻ ഇവർക്ക് സമയമില്ല. ഇവിടെ രാഷ്ട്രീയമായിട്ട് CPM-നെ എതിർക്കുന്ന, അതല്ലെങ്കിൽ CPM-ന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തനത്തിൽ അജയ്യമായി മുന്നോട്ട് പോകുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റിനെ ഒതുക്കാനാണ് ഇവർക്ക് സമയമുള്ളത്. ഇവിടെ നാണോ മാനോ എളുപ്പമുണ്ടെങ്കിൽ ആ AC മൊയ്തീനെ പിടിച്ചകത്തിടണ്ടേ? ആ കരിവന്നൂരിൽ കൊള്ള ചെയ്ത, കരിവന്നൂരിലെ കൊള്ളയ്ക്ക് കൂട്ടുന്ന ഇവിടുത്തെ MP-യെ അറസ്റ്റ് ചെയ്യാൻ അവന്റെ വീട്ടിലേക്കൊന്ന് പോകാൻ ഇവിടുത്തെ ഈ പോലീസിന് ധൈര്യമുണ്ടോ? ഇവിടുത്തെ മുൻപുണ്ടായിരുന്ന മത്സരിച്ചിട്ടുള്ള കരിവന്നൂരിലെ പാവപ്പെട്ടവരുടെ പണം കൊള്ള ചെയ്യാൻ വേണ്ടി കൂട്ടുനിന്ന ആ മാന്യന്റെയൊക്കെ വീട്ടിലേക്ക് പോകാൻ ഇവന്റെയൊക്കെ നട്ടല് നിവരുവോ? ഇല്ലല്ലോ. അപ്പൊ ഈ നാട്ടിലെ സാധാരണക്കാരെ കൊള്ള ചെയ്തിട്ടുള്ള, സാധാരണക്കാരുടെ പണം മോഷ്ടിച്ചിട്ടുള്ള CPM നേതാക്കന്മാരുടെ രോമത്തിൽ തൊടാൻ പോലും ഭയമുള്ള ഈ പോലീസുകാർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റിന്റെ വീട്ടിലേക്ക് പോയിരിക്കുക. അദ്ദേഹം വെറും ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മാത്രമല്ല, അദ്ദേഹം ജനപ്രതിനിധിയാണ്. ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചിട്ടുള്ള ഈ നാട്ടിലെ ജനപ്രതിനിധിയാണ്. അദ്ദേഹത്തിനെ പോലീസ് സ്റ്റേഷനിലേക്ക് നിങ്ങൾക്ക് വിളിക്കണമെന്നുണ്ടെങ്കിൽ ഫോൺ ചെയ്ത് വിളിക്കാമല്ലോ. അദ്ദേഹത്തിനെ നിങ്ങൾ ഫോൺ ചെയ്ത് വിളിച്ചാൽ അദ്ദേഹം എല്ലാ ദിവസവും പോലീസ് സ്റ്റേഷനിൽ വിവിധ കാര്യങ്ങളുമായിട്ട് പോകുന്നയാളാണ്. എന്തായിരുന്നു നിങ്ങളുടെ താല്പര്യം? എന്തിനു വേണ്ടിയാണ് നിങ്ങൾ കോൺഗ്രസിന്റെ നേതാവിനെ വേട്ടയാടിയത്? പേടിപ്പിക്കാൻ വേണ്ടിയാണോ? എന്ത് കാണിച്ചിട്ടാ പേടിപ്പിക്കുന്നത്? എന്തിന്റെ പേരിലാ പേടിപ്പിക്കുന്നത്? എടോ, ആ പേടിയുടെ കാലം പോയി കഴിഞ്ഞു. ഇത് പഴയ കോൺഗ്രസ് ഒന്നുമല്ല. ഞങ്ങളുടെ കുട്ടികൾ വിചാരിച്ചു കഴിഞ്ഞാൽ, ഒരാഹ്വാനം കൊടുത്തു കഴിഞ്ഞാൽ ഏതറ്റം വരെ പോകാനും ശേഷിയുള്ള പ്രവർത്തകരുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി എന്നുള്ളത് നിങ്ങൾ ഓർമ്മിച്ചോണം, മറക്കരുത്. ഇവിടെ നിങ്ങൾ എന്താ കരുതിയിട്ടുള്ളത്? ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റിനെ അങ്ങ് മൂക്കിൽ കയറ്റി വലിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ് ഇവിടെ പ്രവർത്തനം അവസാനിച്ചു പോകുന്നു. അങ്ങനെയൊന്നും നടക്കാൻ പോകുന്നില്ല.